വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. ഹെർണിയ പ്രോബ്ലംസ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം സംസാരിക്കുന്നു ഡോക്ടർ ഷഹീം ഷാനവാസ്, ജനറൽ സർജൻ, ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, കച്ചേരിപ്പടി. നമസ്കാരം. ഒ പിയിൽ സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗികളുടെ ഒരു വിഭാഗമാണ് ഹെർണിയ എന്ന് പറഞ്ഞ അസുഖമായിട്ട്. എന്താണ് ഈ ഹെർണിയ? ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഭിത്തിയിലുണ്ടാവുന്ന ചെറിയ ഡിഫക്റ്റുകൾ, അല്ലെങ്കിൽ ചെറിയ സുഷിരങ്ങൾ വഴി വയറിനുള്ളിലുള്ള കണ്ടൻസ്, കൂടുതലായിട്ടും ചെറുകുടലിന് കൂടുതലുള്ള കൊഴുപ്പുകളും പുറത്തേക്ക് തള്ളി വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒ പിയിൽ വരുന്ന എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഹെർണിയ എന്ന് പറഞ്ഞ അസുഖത്തിന് മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ? ഹെർണിയയ്ക്ക് മരുന്ന് കൊണ്ട് ചികിത്സയില്ല. അതിനുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ ചികിത്സ തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് വരുന്ന സംശയങ്ങളാണ് ആർക്ക് ഹെർണിയ വരാം, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഹെർണിയ വരുന്നത്. ഇത് പ്രായഭേദമന്യേ അത് ചെറിയ കുട്ടികൾക്കും വരാം, അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കും ഹെർണിയ എന്ന് പറഞ്ഞ അസുഖം വരാം. ശരീരഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും, നമ്മൾ വയറിൻ്റെ ഭിത്തികളിലെ ഏത് ഭാഗങ്ങളിൽ വേണമെങ്കിലും ഹെർണിയ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. വയറിൻ്റെ പൊക്കിളിന് ചുറ്റും വരുന്ന ഹെർണിയകൾക്ക് നമ്മൾ അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറയും. അടിവയറ്റിൽ വരുന്നതിന് ഇൻഗ്വേനൽ ഹെർണിയ എന്ന് പറയാം. അതേപോലെ തന്നെ അന്നനാള ആമാശയത്തിൻ്റെ ജംഗ്ഷൻ്റെ അവിടെ വരുന്ന ഹയാറ്റസ് ഹെർണിയ. ശരീരഭാഗങ്ങളിൽ വയറിൻ്റെ ഭിത്തിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കുടലിറക്കം അല്ലെങ്കിൽ ഹെർണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. ജന്മന നമുക്ക് ഹെർണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് കൺജനിറ്റൽ ഹെർണിയാസ് എന്ന് പറയും. ചെറിയ കുട്ടികളിൽ കാണുമായിരുന്നു. അതേപോലെ തന്നെ പ്രായം, നമ്മുടെ പ്രവർത്തന രീതി അനുസരിച്ചും നമ്മുടെ ജോലി അനുസരിച്ചും ഒരുപാട് ഭാരം ചുമക്കുന്ന ആൾക്കാർക്കൊക്കെ വയറിൽ പ്രഷർ കൂടുന്നത് കാരണം വയറിനുള്ളിലുള്ള കണ്ടൻസ്, കുടലുകളെല്ലാം പുറത്തേക്ക് തള്ളി വരാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് മരുന്ന് കൊണ്ടൊരു ചികിത്സയില്ല, ഓപ്പറേഷനാണ് അതിനുള്ള ചികിത്സ. ബേസിക്കായിട്ട് നമ്മൾ സർജറി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന കണ്ടൻസിനെ നമ്മൾ തിരിച്ച് ഉള്ളിലേക്ക് വെച്ച് ആ ഹോളുകൾ അടച്ച് ആ ഹോളുകൾക്ക് പുറമെ നമ്മളൊരു നെറ്റ് വെച്ച് അതിനെ ഫിക്സ് ചെയ്യാം. മെഷ് എന്നാണ് നമ്മുടെ ഭാഷയിൽ അതിന് പറയാം. അത് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. തുറന്നുള്ള ഓപ്പറേഷൻ ഉണ്ട്, കീ ഹോൾ സർജറികളുണ്ട്. കീ ഹോൾ സർജറി തന്നെ നമുക്ക് വയറിനുള്ളിൽ പോയി ചെയ്യുന്നതുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മസിലുകൾക്കിടയിലൂടെ പോയി ചെയ്യുന്ന എക്സ്ട്രാ പെരിറ്റോണിയൽ സർജറീസ് എന്ന് പറഞ്ഞ ഓപ്പറേഷനുകളും ഉണ്ട്. പിന്നെ രോഗികളുടെ ഒരു സംശയമാണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമുക്ക് ജോലിക്ക് വേഗം കയറാൻ പറ്റുമോ, എത്ര നാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒട്ടുമിക്ക ഹെർണിയകളെല്ലാം നമുക്ക് കീ ഹോളിൽ സർജറി ചെയ്യാൻ പറ്റും. കീ ഹോളിൽ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ആൻഡ് വിത്തിൻ എ വീക്ക് നമുക്ക് റുട്ടീൻ ആക്ടിവിറ്റീസിലേക്കെല്ലാം പോകാം. സാധാരണഗതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരേ ഒരു റെസ്ട്രിക്ഷൻ ഒരുപാട് ഭാരം എടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് നോക്കുക. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോൾ നമ്മൾ ഈ ഹെർണിയകൾക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത്. ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സുഷിരങ്ങൾ വഴിയാണ് ഈ കണ്ടൻസ് എല്ലാം പുറത്തേക്ക് വരുന്നത്. അതിലേക്ക് രക്തസഞ്ചാരം കുറയുകയോ അതിൽ കുടലുകൾ ബ്ലോക്ക് ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഹെർണിയ പ്രോപ്പറായിട്ട് നെറ്റ് വെച്ചുള്ള ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഹെർണിയ കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് മുന്നേ പ്ലാൻ ചെയ്ത് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്.